വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് കാണിക്കുന്നത്. ഈവനിങ്ങിൽ നമ്മൾ പുറത്തു പോകുന്നുണ്ട്, കുറച്ച് പർച്ചേസിംഗ് ഉണ്ട്, ജുവലറി പോകുന്നുണ്ട്, പോത്തീസിൽ പോകുന്നുണ്ട്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് നമ്മൾ പുറത്തു പോകുന്നുണ്ട്. ആദ്യം പോകുന്നത് ജുവലറിയിലാണ്. നമുക്ക് നാളെ ഒരു നൂലുകെട്ട് ഫംഗ്ഷൻ ഉണ്ട്, അതിനുവേണ്ടി ഒരു ഗിഫ്റ്റ് വാങ്ങണം. ഈസ്റ്റ് പോർട്ടുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്തുള്ള ജോയ് ആലൂക്കാസിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ കൂടുതലും ഈ ജുവലറിയിലാണ് വരാറുള്ളത്. വേറെ ജുവലറിയിൽ പോകാറുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഇവിടെയാണ് വരുന്നത്. എനിക്കിവിടുത്തെ ജുവലറിയുടെ കളക്ഷൻസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ജുവലറിയാണ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത്. ആൻറ്റി കളക്ഷൻസൊക്കെ ഇവിടെ നിന്ന് നമുക്ക് കിട്ടും. ഇവിടുത്തെ ജുവലറിയിൽ ഞാൻ കണ്ടിട്ടുള്ള പ്രത്യേകത നല്ല ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആണ്. നല്ല ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ഇവിടെ നിറച്ചുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ബ്രേസ്ലെറ്റ്, ചെയിൻ ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. അങ്ങനെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഐറ്റംസ് എടുത്തിട്ടുണ്ട്. അടുത്തതായി പോയത് പോത്തീസിലാണ്. പോത്തീസിൽ മോക്കൊരു സ്കർട്ട് എടുക്കാനാണ് പോയത്. ഗോൾഡ് ബോർഡറിലുള്ള ഒരു സെറ്റിൻ്റെ സ്കർട്ടാണ് എടുക്കാൻ പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ അത് കിട്ടിയില്ല. സിൽവർ കളറിലുള്ള ഒരു സ്കർട്ടാണ് കിട്ടിയത്. കുഴപ്പമില്ല, ബ്രൊക്കേഡ് ബ്ലൗസിൻ്റെ കൂടെ സിൽവർ കളർ പോകുന്നതാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇവിടെ കയറിയത്. പക്ഷേ ഇവിടെ വീഡിയോഗ്രാഫി അലൗഡ് അല്ല. അതിനുശേഷം നമ്മൾ പോയത് ഈസ്റ്റ് പോർട്ടുള്ള ചാലയ്ക്കടുത്തുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് പോയത്. മോൾക്ക് ആനുവൽ ഡേക്ക് വൈറ്റ് സ്നിക്കേഴ്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നമ്മുടെ കയ്യിൽ ഒരു വൈറ്റ് സ്നിക്കേഴ്സ് ഉണ്ട്. പക്ഷേ അതിന് ചെറിയൊരു ബ്ലൂ കളർ ഷെയ്ഡ് ഉള്ളതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പോൾ മോൾക്ക് സ്നിക്കേഴ്സിനോടൊന്നും ഒരു താല്പര്യവുമില്ല, കാഷ്വൽ വെയറാണ് ഇഷ്ടം. എന്തായിരുന്നാലും അവിടെ നിന്നൊരു വൈറ്റ് സ്നിക്കേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അടുത്ത് നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. ചാലയ്ക്കകത്തുള്ള ആസാദ് എന്ന റെസ്റ്റോറൻറ്റിലാണ് ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത്. മറ്റ് ഹോട്ടലിലെ പോലെയല്ല, ഇവിടെ പെട്ടെന്ന് ഫുഡ് കൊണ്ടുവരും. വേറെ ഹോട്ടൽ ആണെങ്കിൽ ഓർഡർ ചെയ്ത് കുറേ നേരം കഴിഞ്ഞേ ഫുഡ് എത്തുകയുള്ളൂ. ഇവിടെ കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, എന്നാലും നമുക്ക് പെട്ടെന്ന് ഫുഡ് കിട്ടുന്നതാണ്. ചാലയ്ക്കകത്ത് ഉഗ്രൻ വെറൈറ്റി ആയിട്ടുള്ളൊരു ഫുഡ് കിട്ടുന്ന ഒരു പ്ലേസ് ഉണ്ട്. അത് ഞാൻ അടുത്ത ബ്ലോഗിൽ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് അവിടെ നിന്ന് പുറത്തിറങ്ങി. ഇന്നത്തെ ഈ ഒരു ചെറിയ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.